ഇന്നെന്നും പറയുന്ന പോലെയല്ല കേട്ടോ. ശരിക്കും മഞ്ഞണിഞ്ഞ മലരടിക്കാറ്റിന്റെ ആ വല്ലൂരത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൽ നിന്നാണ് ഇങ്ങനെ കോട പൊന്തുക. അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പൊ അതിനിങ്ങനെ നോക്കി കുറേ നേരം നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും കവിയൊക്കെ ആയി പോകുന്ന പോലെ നമുക്കും തോന്നും. ഒരു പ്രത്യേക അനുഭൂതിയാണോ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവും. നമുക്ക് ഫൈൻഡ് ദ സൊല്യൂഷൻ എന്നുള്ള ഒരു മൂഡില്ലേ, അവിടേക്ക് നമ്മൾ എത്താറുണ്ട് കേട്ടോ. അതിപ്പോൾ മഞ്ഞുണ്ടെങ്കിലും മഞ്ഞില്ലെങ്കിലും മൂഡൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു കാഴ്ചയ്ക്ക് പറ്റാറുണ്ട് എന്ന് തോന്നാറുണ്ട് എനിക്ക്. ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ആരെങ്കിലും കാണാൻ വരികയാണെങ്കിൽ അങ്ങനെയാണ്. എന്നെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് എവിടെ ഞങ്ങളുടെ കാട്, എവിടെ ഞങ്ങളുടെ കാട് എന്ന് പറഞ്ഞ് ആ കാടിൻ്റെ ഈ കാഴ്ചകളിലേക്കാണ് അവർ ആദ്യം ഉറ്റുനോക്കുക. അപ്പൊ എന്താ വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നും മഴയൊക്കെ കിട്ടി ചൂടൊക്കെ കുറഞ്ഞെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ പതിവ് ദിവസം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പണികളും ജീവിതത്തിലത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ പരിപാടികളൊക്കെ. ഈ അന്തരീക്ഷത്തിന് നമ്മുടെ മൂഡ് മാറ്റാൻ കഴിയും എന്നുള്ളത് കുറച്ച് ദിവസം മുന്നാണ് അറിഞ്ഞത് കേട്ടോ. ഈ ഗംഭീര ചൂടിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്നൊന്ന് മഴ പെയ്തപ്പോൾ എന്താ പറയുക, നമ്മളൊന്ന് സ്കൂളിൽ പോകുന്ന ഒരു മൂഡ് നമ്മളിങ്ങനെ ചെറുതായ പോലൊരു ഫീലായിരുന്നു. സ്കൂളിൽ പോവുക, അതുപോലെ ബാഗും കുടയും പുസ്തകം ചട്ടിയിടലൊക്കെ ആയിട്ടൊരു ബഹളമായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്ന് നമുക്ക് പണിക്കാരുണ്ട്. അത് കാരണം കൊണ്ട് ചേട്ടന്മാർക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ഉപ്പേരിമ തുടങ്ങി കാലത്തെ കഞ്ഞി നാളികേരം ചമ്മന്തിമ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കണേ. കാലത്ത് എന്നിട്ടുണ്ടെങ്കിലേ ഭയങ്കര ടെൻഷനാ, എന്താ കറി വയ്ക്കുകയെന്ന്. ചേട്ടന്മാർ പണിക്കുള്ള ദിവസം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പണിക്കുള്ള ദിവസമാണ് കൂടുതലും ഞാൻ നമ്മുടെ കോണ്ടൻറ്റുകളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കുറേ പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കും എന്താ പറയുക, അല്ലാത്ത ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് വെറുതെ നമ്മൾ 2-3 ആൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ചിലവാവില്ല. 2-3-4 ദിവസം അതന്നെ കഴിക്കും വേണം. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർ പണിക്കുള്ള ദിവസമാണെങ്കിൽ അന്ന് ഉണ്ടാക്കിയ ഫുഡ് ഇവർ ചുരുങ്ങിയത് ഒരു 5-6 ആൾക്കാർ ഡെയിലി പണിക്കുണ്ടാവും. ഡെയിലിന്ന് വെച്ചാൽ ആഴ്ചയിലൊരു 3-4 ദിവസം പണിക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിയും. ചില ദിവസങ്ങളിൽ ഇവർ പറയാണ്ട വരിക, നാളെ പണിയുണ്ട് കേട്ടാന്ന് പറയില്ല. അപ്പം ഞാൻ ഫുഡിനുള്ള സാധനങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് കേട്ടാ. ബാക്കി തന്നെ കിഴങ്ങിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിഴങ്ങ് എന്താ പറയുക, മറ്റേ ഉപ്പേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂട്യൂബിൽ കോണ്ടൻറ്റ് വരുമ്പോൾ ഈ ഉണ്ടാക്കിയ ഡിഷസ് തന്നെയല്ലേ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു പ്രതിസന്ധിയിലാവാറുണ്ട് ചില ദിവസങ്ങളിൽ കേട്ടോ. പിന്നെ ഇവിടെ വെറൈറ്റി ഫുഡുകളൊന്നും ചേട്ടന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുക വെച്ചാൽ നടക്കണ കാര്യമല്ല. അവർ തല്ലും. നമ്മൾ നമ്മുടെ അപ്പാപ്പന്മാർക്കൊക്കെ മാഗി ഉണ്ടാക്കി കൊടുക്കണ ഒരവസ്ഥയാണ്. എന്തെങ്കിലും വെറൈറ്റി ഡിഷുകൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ചില ആൾക്കാർക്ക് മാഗി ഒന്നും ഇഷ്ടമല്ലല്ലോ. ഇപ്പോൾ ഒരു നമ്മുടെ നൂഡിൽസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ലല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ വെറൈറ്റി ഫുഡ് അവരിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യുന്ന ദിവസം വളരെ കുറച്ച് നമുക്ക് മാത്രമേ ട്രൈ ചെയ്യുള്ളൂ. പിന്നെ എനിക്കത് എന്താ പറയുക, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നി. ഞാൻ കുറേ നാളായില്ലേ അവരെ കണ്ടു തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കറിയാം അവർക്ക് എന്താണ് ഇഷ്ടമെന്ന്. പിന്നെ നമ്മുടെ രഘുവേട്ടന് സന്തോഷത്തിനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വേറെ ചേട്ടന്മാർ വരുമ്പോഴാണ് പ്രശ്നം വരിക. അവർ ഞാൻ എന്ത് കൊടുത്താലും കഴിക്കും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും നാളികേരം ചമ്മന്തിയും കുറച്ചധികം പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ. പിന്നെ കാലത്ത് ഉപ്പേരി ഉച്ചയ്ക്കൊന്നും പറ്റില്ല, വേറെ ഉണ്ടാക്കണം നമ്മൾ. കുറേ ദിവസമായി ശ്രീകുട്ടനും കുഞ്ഞനും പറയുന്ന വെച്ചിട്ട് എക്സിബിഷൻ കാണാൻ പോവാന്ന്. എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി ചെല്ലുമ്പോൾ രാജസ്ഥാനി ബെഡ്ഷീറ്റ്, അപ്പുറത്ത് വള കട, പിന്നെ കുറച്ച് കത്തിക്കട, അച്ചാറ് കട. ഇതാണ് ആ അവിടുത്തെ ഒരു സിസ്റ്റം. ഇതിലും വിട്ട് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് എല്ലാ കൊല്ലം എന്തൊക്കെ മാറ്റം വന്നിട്ടും മാറ്റം വരാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് എക്സിബിഷനും അതിൻ്റെ ഒരു ഓർഡറും ആണ് കേട്ടോ. അത് കാണാൻ പോകണമെന്നാണ് ശ്രീകുട്ടൻ പറയുന്നത്. സവോളയും പച്ചമുളകും മാത്രമേ ഇടണുള്ളൂ കേട്ടോ നമ്മൾ. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ആക്കിയെടുക്കാം കേട്ടോ.
നമ്മുടെ വീട്ടിലേ എന്തൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ് ഉണ്ടാവും. അത് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിൽ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഉപ്പിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ തലൂര് വീട്ടിലായിരുന്ന സമയത്ത് ചേട്ടന്മാരുടെ ഒരു എന്താ പറയുക നുറുക്ക് വിദ്യയായിരുന്നു. ചേട്ടന്മാർക്ക് ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉരുളൻകിഴങ്ങ് ഉപ്പേരിയിട്ടാ. പിന്നെ നമ്മളൊരു നാളികേരം ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി. മുളകിനെ നമ്മുടെ നാടൻ മുളക് ഇട്ടിട്ടേ ഇവിടെ ചേട്ടന്മാർക്ക് നല്ല എരിവാണ്. അപ്പോൾ നാടൻ മുളകില്ലാത്തവരോട് കുറച്ച് മുളകും കൂടി ഒരു മാങ്ങയും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. മാങ്ങ ഞാൻ നമ്മുടെ മൂവാണ്ടം വന്ന് പൊട്ടിച്ചു. തൊലിയൊന്നും ചെത്തണ്ടല്ലോ നമുക്ക്. മാങ്ങ നന്നായിട്ട് മൂത്ത് തുടങ്ങിയണ്ട നല്ലൊരു മഞ്ഞ കളർ വന്നു. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാ. നമ്മുടെ ദക്ഷിണ മുത്തശ്ശിയുടെ അച്ചാറുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കാറുണ്ട് ഞാൻ മാങ്ങ ഉണ്ടാകുമ്പോൾ. നമുക്കത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം കേട്ടോ. ആദ്യം തന്നെ അടിക്കേണ്ട വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് വേപ്പിൻ്റെ അരിയും കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി. മാങ്ങിയിട്ട് അരച്ച ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ. ഈ ചമ്മന്തി തന്നെ ഉച്ചയ്ക്ക് കൊടുത്താൽ നമ്മുടെ ചേട്ടന്മാർ കഴിക്കും. ചമ്മന്തിക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഡിമാൻഡാട്ടാ. നമ്മുടെ ഈ കൂട്ടാനും ആണ് നമ്മുടെ ഇന്നത്തെ കഞ്ഞിക്കുള്ള വക. ഒരു കഷ്ണം എരിശ്ശേരി വെക്കണം, എരിശ്ശേരി കഴിക്കണം എന്നുള്ള ആഗ്രഹവുമായി കൊണ്ടുവന്നതാണ്. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ ചേട്ടന്മാരുള്ള സ്ഥിതിക്ക് നമുക്ക് പരിപ്പ് ഇട്ടിട്ടേ കറി വയ്ക്കാം. പരിപ്പും നമ്മുടെ മത്തങ്ങയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. രണ്ട് എന്താ പറയുക നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു ഒക്കെ കിട്ടിയ അടിപൊളിയാട്ടാ. പിന്നിൽ കേട്ടാ ശരീരം ഇളയമ്മയുടെയാണ്. ഇളയമ്മനെ ഇപ്പം കാണാനേ ഇല്ല. പുതിയ ആളൊക്കെ കിട്ടിയപ്പോൾ ഇളയമ്മയ്ക്ക് തന്നെ വേണ്ടാന്നുള്ള പരാതി കുശുമ്പോടെ ഞാൻ ഇളയമ്മോട് പറയാറുണ്ട് കേട്ടാ. അങ്ങനെയൊന്നല്ല, ഇളയമ്മ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളെ നല്ല തിരക്കിലാണ്. പിന്നെ ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടേതായ കുറേ വിശേഷങ്ങളുണ്ടാവും. അത് നിങ്ങളൊന്നും കേൾക്കാൻ പാടില്ലാത്തത്. അത് കാരണം കൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇളയമ്മ മീൻ മേടിക്കാൻ വന്നതാണ്, വേറെ വിശേഷമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നാളികേരം ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വറക്കാൻ വെക്കുകയാണ്. സാമ്പാർ, പരിപ്പ് വട, അതുപോലെ തന്നെ നല്ല പപ്പടം ഒക്കെ മഴയും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. അപ്പം ഞാൻ ചോദിച്ചിരുന്നു പിന്നെ സാമ്പാർ കൂടി ഇട്ടിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. അതിൽ നമ്മൾ മാങ്ങ ഇട്ടിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ആ ഒരു മത്തങ്ങയുടെ കഷ്ണവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ വിസിൽ മതി വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചിട്ട് അതും ഒന്ന് നന്നായിട്ട് വേവിക്കാം. കഞ്ഞി കൊടുത്തു വിടാനാ പറഞ്ഞു. വേറെ പറമ്പിലാണ് പണി. നമുക്ക് കഞ്ഞി വേറൊരു പാത്രത്തിലാക്കി. അപ്പോൾ മഴയൊക്കെ പെയ്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ചേട്ടന്മാർ പണി കയറിയത്. ഇനിയിപ്പോൾ മഴയായില്ലേ, 10 മിനിറ്റ് ഇരുന്നിട്ടാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞി കുടിച്ചോളാൻ. അങ്ങനെ കഞ്ഞി ആക്ച്വലി നമുക്ക് ഇവിടെയല്ല, തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ട്, അവിടേക്കാണ് കേട്ടോ. അപ്പോൾ രഘുവേട്ടൻ വന്നിട്ടുണ്ട് കഞ്ഞി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ പുറത്തേക്ക് കഞ്ഞി കൊണ്ടുപോകുമ്പോൾ നല്ല ഇരട്ടി പണിയാടാ. ഈ പാത്രങ്ങൾ, സ്പൂണ്, പിന്നെ ഉപ്പ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഒരു പാത്രത്തിലാക്കിയിട്ട് വേണം നമുക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. പക്ഷേ രഘുവേട്ടൻ അത് കൊണ്ടുപോയിട്ടോ. ഒക്കെ തന്നെ ചെയ്യും. അതാകുമ്പോൾ ലാഭമാണ് നമുക്ക്. നമ്മുടെ ശാന്തമ്മ പുറത്ത് പണിയുണ്ടായിരുന്നു, ആളുടെ ശബ്ദമാണ് ഇപ്പം കേട്ടത് കേട്ടോ. അപ്പം നമ്മൾ അത് അരച്ചൊഴിച്ചിട്ട് കടുക് കാച്ചി നമ്മുടെ സാമ്പാർ പോലെ ഒരു കൂട്ടാൻ റെഡിയായി. അങ്ങനെയാണ് ഇക്ക വന്നത്. എന്തെങ്കിലും സാമ്പാറിൻ്റെ ഒപ്പം പപ്പടവും പിന്നെ എന്തെങ്കിലും ഉപ്പേരി നമ്മൾ ഉരുളൻകിഴങ്ങ് വെച്ചതും പിന്നെ ഒരു വറവും കൂടി വേണം, മുട്ട പൊരിക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇളയമ വന്നില്ല മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇബ്രാഹിം ഇക്ക കൊണ്ടുവന്ന മീൻ. വേറെ എന്തോ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചാള മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ ശിലാവ്, കടൽ ശിലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് മീനുണ്ട്. ഇത് ഞാൻ പറയണ മീനിൻ്റെ പേരൊന്നും വലിയേട്ടാ നിങ്ങളുടെ നാട്ടിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ വേറെ പേരുകളല്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മീൻ മാത്രം എന്തോരം പേരാന്ന്. നമ്മുടെ മത്തി ചാള, മത്തിയും ചാളയും വേറെ വേറെയാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ചാള എന്നാണ് പറയാ. ചാള മേടിച്ചു, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. സാധാരണ ചാള വറക്കുമ്പോൾ എനിക്ക് അതിൽ വേറെ ഒന്നും ഇടുന്നുണ്ട്, ഇഞ്ചി പച്ചമുളകും പോലും ഇടുന്നത് ഇഷ്ടമില്ല. ഉപ്പ്, മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ആ ചാളയുടെ സ്മെല്ലുണ്ടല്ലോ അത് ആക്കിയിട്ട് വേണം അതിങ്ങനെ ആസ്വദിക്കാൻ പറ്റണം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഫാമിലിയിലത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഈ ചാളയുടെ മണം ഭയങ്കരമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു. നമ്മുടെ ഈ
നമ്മുടെ തടുക്കില്ലേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് കരിയിച്ചാൽ മതി. അപ്പോൾ അടുക്കളയും വീടും മൊത്തം ആ ഒരു കാപ്പിയുടെ മണം, ഒരു ചോക്ലേറ്റ് മണം അങ്ങനെ നിലനിൽക്കുന്നു. സംഭവം പൊളിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. അതൊക്കെ നമ്മുടെ അറ്റകുറ്റപ്പണിയിൽ പെടുന്നത് കാരണം കൊണ്ടേ. അങ്ങനെ നമ്മുടെ ഈ അടിപൊളി ചാള റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തത് കണ്ടാൽ പിന്നെ എനിക്ക് എപ്പോൾ വിശക്കും. നിങ്ങൾക്കുണ്ടോ ആ ഒരു അസുഖം? നിങ്ങൾക്ക് എൻ്റെ കൊതിയുടെ ആ ഒരു ആഴം മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെന്നറിയില്ലേടാ, ഇവിടെ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കും, പക്ഷെ ഇതുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, അത്രയേ ഉള്ളൂ. ശ്രീകുട്ടന് ചോറ് കൊടുക്കാം നമുക്ക്. ശ്രീകുട്ടനും കാലത്ത് ചോറ് കഴിക്കുക, അത് കാരണം കൊണ്ട് നമുക്ക് കാലത്ത്. പക്ഷെ ഞാനിവിടെ ദോശയ്ക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവന് ചോറ് മതിയെന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, എനിക്കറിയാം അവൻ ചോറ് കഴിക്കുള്ളൂ. ചൊട്ടയിലെ ശീലം ചോടല്ല വരെ. അതാകുമ്പോൾ ഏത് നാട്ടിൽ പോയാലും ഇത്തിരി ചോറ് കിട്ടി അഡ്ജസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് പതുക്കെ കടയിൽ പോവാം. അവിടെ നിന്നാണ് ബാക്കി യാത്ര. ശരിട്ടാ. കുഞ്ഞൻ വന്നിട്ടില്ലേ? ശരി ശരി ശരി. ചേച്ചിയാണ് വിളിച്ചത് കേട്ടാ. ചേച്ചിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തേക്കാണ് ഈ പോണത് കേട്ടാ. അയ്യോ, ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് വിളമ്പാനും ഒന്നും അല്ല പാട്. ഇതാണ് പണി. മറ്റേ നമ്മുടെ ഏതാണ്ട് സിനിമയിൽ പറയില്ലേ, കാണുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത്തര വൃത്തികേട്ട അതുപോലത്തെ അത് ഇടണം ഇവിടെ. ഷമ്മി സാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞൊരു ഡയലോഗാണ് കേട്ടോ. നമുക്ക് വെക്കാനും വിളമ്പാനും ഒന്നും അല്ല പാട്, അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് ടാസ്ക് ആയിട്ട് തോന്നാറുള്ളത്. ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭാര്യ കുക്ക് ചെയ്യുമ്പോൾ ഭർത്താവ് ക്ലീൻ ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്ന വീടുകളിൽ ഉണ്ടാവൂലേ? നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഭാഗ്യന ആ കമൻറ്റ് കാണിച്ച് എനിക്ക് ചുടിപ്പിക്കാനാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഞാൻ പറഞ്ഞില്ലേ കാലത്ത് എക്സിബിഷന് പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അത്യാവശ്യം നല്ല എന്താ പറയുക, ചെറിയൊരു മഴയൊക്കെ ഉള്ള കാരണം കൊണ്ട് പോണ്ടേന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഇത്തിരി സന്ധ്യയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇവിടെ മഴ പെയ്താൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ബാഗൊക്കെ ആയിട്ട് കുറച്ചധികം നേരം നടക്കാനുണ്ട്, അതുകൊണ്ട് ബാക്ക് പാക്കൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. നമുക്കിന്ന് കടയിൽ പോയി കടയിൽ നിന്ന് കുഞ്ഞിനൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കുഞ്ഞൻ പറഞ്ഞത്, മാമ ഞാൻ 1 മാസം പിന്നിട്ടിരിക്കുകയാണെന്ന്. എന്നാൽ പിന്നെ നമുക്ക് സാലറി കൊടുക്കണ്ടേ, അപ്പം സാലറി കൊടുക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാട്ടാ. കിഴക്ക് പടിഞ്ഞാറൊക്കെ തിരിഞ്ഞെന്നാ കാല് തൊട്ട് നിറ വെക്കുന്ന ചടങ്ങോട് കൂടി കുഞ്ഞിന്റെ ആദ്യത്തെ ശമ്പളം. തൊട്ട് നിറ വെക്ക്, തൊട്ട് നിറ വെക്ക്. ഇനി പറയാ എണ്ണീട്ട് ഞങ്ങൾക്ക് എത്ര ഞങ്ങൾ ഇന്ന് എങ്ങനെ പോ കൊറേണ്ട. അയ്യോ വിറച്ചിട്ട് എനിക്ക് എണ്ണ. എത്ര കിട്ടിയത്? അമ്മീ 7500 രൂപ അവൻ ശമ്പളം കൊടുത്തു. എന്റെ മോന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ശമ്പളം മേടിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ആൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും മാമന്റെ കയ്യിൽ ശമ്പളം മേടിക്കുന്നത്. കൈ എന്ന് പറയുന്നത് കൊറേ വരുന്നതും കൊറേ അങ്ങോട്ട് പോണതായിട്ടുള്ള കയ്യിലാണ്. ചെറുപ്പം തൊട്ട് ചെറുപ്പത്തിൽ തൊട്ട് അങ്ങനെ കൊറേ വന്നതും കൊറേ പോയതായിട്ടുള്ള കയ്യാണ്. അപ്പൊ എന്റെ ഉണ്ണിമോൾക്ക് അങ്ങനെ തന്നെ വരച്ചേ മാമന്റെ പൈസ ഞങ്ങളെ നോക്കാളവാ അധികം കാശ് ആൾക്ക് കൊടുത്തുണ്ടാവുക. ചെറുപ്പം തൊട്ടേ ഉള്ള വിഷ്കൈനീട്ടായാലും എല്ലാ കാര്യങ്ങളായാലും മോൻ തന്നെ അധികം. അങ്ങനെ ആദ്യത്തെ ശമ്പളം കിട്ടിയ നമ്മുടെ അനുഭവം എന്താ അപ്പൊ കുഞ്ഞൻ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. വികാരഭരിതയായി നിൽക്കുന്ന എന്റെ കുഞ്ഞൻ പറയാ കുഞ്ഞാ, ആദ്യത്തെ ശമ്പളത്തെ കുറിച്ച് മാമ തരുന്നല്ലേ അറിയാലേ. അപ്പൊ ഞങ്ങൾക്കൊക്കെ മിഠായി മേടിച്ചായോ? പോളിയോ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ എന്തോരം കയറി ഇറങ്ങണം ഓരോ വീടുകളില് വെയിലും കൊണ്ട് വലിയ ഭാഗം
അത് പെട്ടിയാവും അമ്മ. അതിൽ മുഴുവൻ ഐസും കട്ടിയിട്ടിട്ട് ഇപ്പൊ പോളിയോ ഇതാവാണ്ടിരിക്കാനായിട്ട് 4 സൈഡിൽ ഐസിൻ്റെ ഇതുണ്ടാവും. അതിലൊരു ഒരു കുഞ്ഞു ചെപ്പിൽ പോളിയോ മരുന്നായിരിക്കും. വരാത്ത കുട്ടികളെ പോളിയോ നമ്മുടെ കൂടെ വരാറില്ലേ ചേച്ചിമാര്? അതന്നെ. അതിന് ഡ്യൂട്ടിക്ക് പൈസ കിട്ടും നമുക്ക് 150 രൂപ ഒരു ദിവസം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി. 4 ഡ്യൂട്ടി ഉണ്ടാവും മണിയെ. അപ്പം എത്ര രൂപ കിട്ടും? 360ഉം 720 രൂപ കിട്ടും ഒരു ദിവസമല്ല, ഒരു കൊല്ലം. എല്ലാ മാസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മള് കുഞ്ഞിന് സാലറി കൊടുത്തു. കുഞ്ഞിന് സാലറി കൊടുത്തതിനെ കുറിച്ച് 2 വാക്ക് പറയും ഭാഗ്യ. അപ്പൊ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബേക്കറിയിൽ അത്യാവശ്യം നല്ല പണി ഉണ്ടാവും. അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കലല്ലേ, വലിയ ഭാരപ്പെട്ട പണികളല്ല ഈ നടക്കല്. നടന്ന് ബേക്കറിയിലത്തെ പണികളൊക്കെ തന്നെ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. കുഞ്ഞിന് ഫസ്റ്റ് സാലറി ഇങ്ങനെ മാമൻ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായി. ആളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു മാമന്റെ കയ്യിൽ നിന്ന് സാലറി മേടിക്കാന്നുള്ളത്. അപ്പൊ അത് നടന്നു. 7500 രൂപ സാലറി കൊടുത്തു. ഇനിയിപ്പോ അതുകൊണ്ട് ബാഗ്, കൊട, വടി, സാധനങ്ങള്, യൂണിഫോം ഒക്കെ മേടിക്കുമ്പോ ആൾക്ക് തന്നെ പറയാലോ. അതായത് ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ട് എന്ന് പറയാലോ. ഒരു 10-17 വയസ്സാവുന്ന പ്രായത്തില് നമ്മൾ സമ്പാദിച്ച പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര മൂല്യം ഉണ്ടാവും. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ കഴിഞ്ഞ ആ വിജയഗാഥയൊക്കെ പൂർത്തിയാക്കി നമ്മളെങ്ങടാ പോണേ? ഗ്യാസ് ഒപ്പിടാനായിട്ട് ഭാരത് ഗ്യാസ് ആണ് നമ്മുടെ. അതിനൊപ്പിടാൻ വേണ്ടിയിട്ട് ഒല്ലൂര് വിനു ഗ്യാസ് ഏജൻസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാങ്കിൽ പോകണം. അവിടെ നമ്മുടെ ATM കാർഡ് റിന്യൂ ചെയ്യണം. അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു ഏരിയയും ഏറ്റവും അധികം സമയം പോകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഉല്ലൂർ സെന്റർ. ഞാൻ കാണിച്ചുതരാം കേട്ടാ. ഇതാണ് നമ്മുടെ ഉല്ലൂർ സെന്റർ. കുപ്പിക്കഴുത്ത് എന്നാണ് ഭാഗ്യത്തിന് വിളിക്കുക. ഇവിടെ ഒട്ടും എന്താ പറയാ ഇതില്ല അത്ര ഇംപ്രഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മള് അവിടെ ഗ്യാസ് ഏജൻസിയിൽ പോയി അതൊക്കെ കൊടുത്തു. വന്നപ്പോൾ കുഞ്ഞ് ഏതാണ്ട് ഒരു പാഴ്സലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ശമ്പളം കിട്ടിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞനാണ് ഇന്നത്തെ ചെലവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിന്റെ പുക ഇങ്ങനെ ഇരിക്കണം. ഞാനൊന്നുമില്ല ഏട്ടാ ചുറ്റേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ. എൻ്റെ പോലത്തെ ബാഗ് തന്നെ കുഞ്ഞനും ഉണ്ട് കേട്ടോ. നമ്മൾ അന്ന് മേടിച്ച ബാഗാണത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കാണിച്ചാലും അതുപോലെ കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ കുഞ്ഞ് എന്ത് കാണിച്ചാലും അതുപോലെ കാണിക്കുന്ന ഒരാളാണ് ശ്രീകുട്ടൻ. അങ്ങനെ നമ്മൾ ഈ വഴി കയറിയിട്ടാണ് എക്സിബിഷനിൽ പോകുന്നത്. ഇതാണ് വടക്കുന്നാഥൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര സെറ്റപ്പിലാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വിളിച്ച ആരും വരില്ലടാ. അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ഭാഗ്യൻ, ഏട്ടായി ഒന്നും വരില്ല. ഞങ്ങൾ കുറെ പെൺപടി. പിന്നെ നമ്മുടെ അപ്പം ശ്രീകുട്ടനാണ് ഒരു ആൺകുട്ടിയായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ അത്രയും അലമ്പ് ടീമാണ്. ഈ ചൂട്ടത്തെ വെയിലും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാട്ടോ. അത് കാരണമാണ് വരാത്തത്. പിന്നെ നമ്മൾ പിള്ളേരെ ഞാനൊന്നും സ്കൂളിൽ പൂട്ടിയിട്ടൊന്നും കുഞ്ഞനും ശ്രീകുട്ടനൊന്നും എങ്ങോട്ടും പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ തൃശ്ശൂർ വരുന്ന ഈ കുഞ്ഞു സംഭവങ്ങളെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ്. കണിക്കൊന്നയൊക്കെ കുറേ പൂത്തുക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും നമ്മൾ എക്സിബിഷന് വരാറുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. നിങ്ങൾ തൃശ്ശൂർക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എക്സിബിഷൻ വന്നാൽ അത് കാണാൻ പോലും അതൊരു എന്താ പറയുക, അതൊരു ചടങ്ങായിട്ടാണ് നമ്മൾ കാണുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, രാജസ്ഥാനി ബെഡ്ഷീറ്റ്, വള, മാല ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പൂട്ടിയെ കാത്തിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ പിള്ളേരെ പോലെ ഊട്ടിയിൽ പോകണം, മൈസൂർ പോകണം, ജമ്മു കാശ്മീരിൽ പോകണം എന്നുള്ള വാഗ്ദാനങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. എക്സിബിഷൻ കാണാൻ കൊണ്ടുപോക്കോളോട്ടോ അമ്മാച്ച, അത് മാത്രമേ പറയുള്ളൂ. ഞാൻ എൻ്റെ അച്ഛൻ അവിടെ മറ്റേ എന്താ പറയുക വേലച്ചിൻ്റെ അമ്മിട്ടമ്മയുടെയും കൂടിയാണ് ഇവയൊക്കെ കാര്യങ്ങൾക്കൊക്കെ കാണാൻ വരാറ് കേട്ടോ. ഒന്നും മേടിക്കാനൊന്നുമില്ല നമുക്ക്, നല്ല വിലയായിരിക്കും അതിൻ്റെ ഉള്ളിൽ. പിന്നെ ചില സ്റ്റോറിലൊക്കെ നമുക്ക് അത്യപൂർവമായ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ മേടിക്കാം എന്നുള്ളത് തന്നെ ഉള്ളൂ.
പിന്നെ രാജസ്ഥാനി ഇതുപോലെ തന്നെ ഗുജറാത്ത് ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലിപ്പോൾ മറ്റുള്ള കടകളിൽ ഇതൊക്കെ കാണാനും കേൾക്കാനും ഉള്ള കാരണം കൊണ്ട് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നില്ല. പണ്ട് ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് അത്ഭുതമായിരുന്നു എന്ന് മാത്രം. ചെരുപ്പുകളുടെ സെക്ഷനുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം തന്നെ 650 രൂപയ്ക്കാണ് ഓരോ ചെരുപ്പിൻ്റെ വില പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റോറൊക്കെ വന്ന കാരണം കൊണ്ട് 650 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ഐറ്റംസ് കിട്ടുന്ന കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കും ഓഫറിലൊക്കെ വരുമ്പോഴേ എന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വരും, സെക്കൻഡ് തോട്ട് വരാറുണ്ട്. പാവം അവർക്കതൊരു ബുദ്ധിമുട്ടാണ് ഈ ഓൺലൈൻ സ്റ്റോറൊക്കെ എന്ന് അപ്പോഴാണ് ഞാൻ ചിന്തിക്കാറുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് പച്ചക്കറി സെക്ഷനായ കാരണം കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ നിന്ന് അതും ഇതൊക്കെ മേടിച്ച് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ രണ്ടാളും. ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ മേടിച്ച് കഴിക്കാനാണ് ഇവർ രണ്ടാളും ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ അടുത്താകുമ്പോൾ അവർ അടവുകളൊക്കെ നടക്കുകയും പിന്നെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും കേട്ടോ. എനിക്ക് കുറച്ചും കൂടി നമ്മൾ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു തുണിക്കടയായിരുന്നു. ഈ ഷോപ്പിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് വരെ നടന്നപ്പോൾ തൊട്ടപ്പുറത്തുപ്പുറത്ത് കടയിലൊക്കെ ഈ സംഭവങ്ങൾ തന്നെ ഇതിനേക്കാളും വില കുറവിൽ കിടക്കണ്ടായിരുന്നു. നമ്മളിതൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് എല്ലാ കൊല്ലം ഇതുപോലെ തന്നെ ഒരു ചടങ്ങ് പോലെ മേടിക്കുന്ന സാധനമാണ് കത്തി എന്ന് പറയുന്നത്. ഞാൻ ഈ നമ്മുടെ രാമകൃഷ്ണേട്ടൻ്റെ കത്തി കഴിഞ്ഞ കൊല്ലം മേടിച്ചതിൻ്റെ കത്തി ആരോ എടുത്തുകൊണ്ട് പോയിടാം. നമ്മുടെ പറമ്പിലൊക്കെ ആവശ്യം വരുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഇക്കൊല്ലം ഞാൻ വീണ്ടും 250 രൂപ കൊടുത്തൊരു കത്തി മേടിച്ചു. കുറേ ചേട്ടന്മാരെയൊക്കെ കണ്ട് അവർ ചാനലൊക്കെ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഹായ് ബൈ ഒക്കെ പറഞ്ഞു പോരാൻ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എരുണ്ടോ ഗുജറാത്ത് മിക്സ്ചർ. എല്ലാവരും പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോടൻകാരാണോ? പഞ്ചസാര ചേരാത്ത ശർക്കര ഇവിടെയാണ് കേട്ടോ. സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്യാം. നല്ല റെഡ് ചെറിയുടെ ഹൽവയൊക്കെ മേടിക്കാം കേട്ടോ. ചേച്ചിയുടെ പല കളറുണ്ട്. ചേച്ചി നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് വഴികൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് വഴികളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയോ നോക്കുന്നതും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ അതേ ഒരു പാറ്റേൺ ആണ് അവർ കീപ്പ് ചെയ്തിട്ട് വരിക. ഒരു മൂലയിലെത്തുമ്പോൾ ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ സെൻറ്റർ ഉണ്ട്. അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ഇത് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഈ പാൻ സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഗുജറാത്തി ഐറ്റംസ് ഒക്കെയാണ്. അവിടെ നിന്ന് എന്തൊക്കെയോ കുഞ്ഞൻ മേടിച്ചു, ഈ പെരിഞ്ചീരൊക്കെ ഇട്ടുള്ള ഐറ്റം. ഇതാണ് ശ്രീകുട്ടൻ്റെ ഏരിയ. ശ്രീകുട്ടൻ ഇവിടേക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും തിരക്കിട്ട് വരുന്നത് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ അച്ചാറുകൾ കഴിക്കാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൽ ഒരുപാട് തരം നമ്മൾ കാണാത്തതും കേൾക്കാത്തതായിട്ടുള്ള അച്ചാറുകൾ ഇതിലുണ്ടാകും. ഇതിൻ്റെ ടേസ്റ്റ് എക്സ്ട്രീംലി വ്യത്യാസമാണ് നമ്മുടെ അച്ചാറിനേക്കാളും വിട്ടിട്ട്. ഇവർ എല്ലാ അച്ചാറും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം ഇവിടെ ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്നത്. ഇതൊരു പ്രത്യേക അനുഭൂതി കേട്ടാ. നല്ലതാ. പിന്നെ വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഈ റൈഡുകളിൽ കയറുക എന്നുള്ളതാണ്. എന്താ സാഹസിക പ്രവർത്തനത്തിന് പോണ ആൾക്കാരെ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും അവര് പിന്നെ പാവം തോന്നി കേറ്റി. ഇതേ പോണു വണ്ടി മക്കളെ.
കുറച്ച് പേരൊക്കെ ഇൻസ്റ്റയിൽ റീൽ ഇട്ടപ്പോൾ ഈ ഒരു സംഭവത്തിൽ കയറുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് കാരണം കൊണ്ട് അതിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞൻ അപ്പടന്ന് തന്നെ എന്നെ ചട്ടം കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ 360 ഡിഗ്രിയിൽ കറങ്ങൂടാ. ഞാനെങ്ങാനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഓൺ ദ സ്പോട്ടിൽ തൊട്ടപ്പുറത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇത് ഇവർ രണ്ടാളും ഒരുവിധം ശ്രീകുട്ടൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും കാണണേന്ന് പറഞ്ഞിരുന്ന് കറിയുണ്ടായിരുന്നു എന്ന്. പക്ഷെ അവനങ്ങനെ പേടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ ഈ വക സാഹസികങ്ങൾക്കൊക്കെ. പിന്നെ നമ്മുടെ ചേച്ചി ഭയങ്കര ധൈര്യശാലിയായ കാരണം കൊണ്ട് റൈഡിന്റെ ആ വശത്തേക്ക് നോക്കിയ പോലും ഇല്ല. എന്നിട്ട് ഇതേ രണ്ടെണ്ണം കൂടെ ഇറങ്ങി വരുന്നുണ്ട് കിളി പോയ പോലെ. ഇഷ്ടായ ഇഷ്ടായോ? യന്ത്രൂഞ്ഞാല്, കപ്പും സോസറും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പണ്ട് കാലത്തെ പെരുന്നാളുകളെ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോഴും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ വിഭാഗക്കാരാന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷം തോന്നി അവിടെയൊക്കെ ഒന്ന് പോയി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകുമ്പോഴേ. ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ്. ചട്ടിയും കലവും നമ്മുടെ സ്പൈറൽ പൊട്ടറ്റോ ഈ വക സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വെറൈറ്റി ഫീല് ഇവിടെയൊക്കെ വന്ന് കറങ്ങി നടക്കാന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നമ്മുടെ കോർപ്പറേഷൻ്റെ വാട്ടർ ടാങ്ക്. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഡിസെക്ഷൻ സെക്ഷൻ ഉണ്ടല്ലോ, അതുണ്ടാവും ഇവിടെ. ഇങ്ങനെ കുറേ തുറന്നു വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെയല്ല കേട്ടോ, ഈ മൈതാനം ഇങ്ങനെയല്ല. നമ്മുടെ എക്സിബിഷൻ കഴിയുമ്പോൾ കാണാൻ വിജനമാണ്. ലാസ്റ്റിലേക്ക് ആകുമ്പോഴേക്കും ഇതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ISRO കാർഷിക വകുപ്പ് നമ്മുടെ മണ്ണുത്തി സർവകലാശാല ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. പിന്നെ അവിടെ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഓർമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന് അതും ഇതൊക്കെ കഴിച്ച് നമുക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മണ്ണുത്തിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവരുടെ ആയിരുന്നു ഈ ഒരു സെക്ഷൻ കേട്ടോ. അതിൽ കാടിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെ വളർത്തുന്ന ഈ പക്ഷികളെ കുറിച്ചൊക്കെ കുറെ അറിവുകളുണ്ട്. അവിടെ കുട്ടികളും ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. പലതരത്തിലുള്ള കോഴികൾ, ഗിനിപ്പന്നി ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നോക്കി അതിൻ്റെ എന്താ പറയുക ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ദിവസം കാലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രയും കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. നമ്മൾക്ക് ഈ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം ഉൾക്കൊള്ളിക്കണ്ടേ. അത് കാരണം കൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്നതാണ് പാറയമേക്കാവ്. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ചേച്ചി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭക്ഷണം ഇപ്പം നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നു. ഭക്ഷണം കഴിക്കൊന്നുമില്ല കേട്ടോ, അത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടെ അച്ഛനമ്മയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവേ. അതുപോലെ അല്ലതാ അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു 5:30-6 മണി ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇനി വന്ന് കുളിച്ച് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചെയ്യണം. ഭാഗ്യം കൊണ്ടുവന്നു നമ്മളെ. അപ്പോൾ വന്ന് കുളിച്ച് വേറെ എന്താ പറയുക കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക നമ്മുടെ ഇത് കഴുകാനും വിളക്ക് കഴുകാനും ഒക്കെ ആയിട്ട്. അപ്പോൾ വിളക്ക് കഴുകാനായിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം സേവനയുടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ പയ്യൻ, ആൾ തന്നതാണ് ആ റെഡ് കളറിലുള്ള ലിക്വിഡ്. നല്ലതാണ് കേട്ടോ, നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ധാരയൊക്കെ ഇല്ലേ നമ്മൾ പണ്ട് ചെയ്യാറുള്ള നമ്മുടെ ഈ ഓട്ടുപാത്രങ്ങൾ വിൽക്കുന്ന കടയിൽ ഒരു പൊടിയും അതുപോലെ തന്നെ ഒരു സൊല്യൂഷനും മേടിക്കാൻ കിട്ടും. അതിൻ്റെ അതേ എഫക്റ്റാണ് അതിന് വരുന്നത്. നല്ലതാണ് കേട്ടോ ബോട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഒക്കെ വൃത്തിയാക്കി പ്രാർത്ഥനയുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്ത് വിളക്ക് വയ്ക്കൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുറത്ത് വിളക്ക് വയ്ക്കാമെന്ന്. പുറത്ത് വിളക്ക് വയ്ക്കുമ്പോഴാണ് ശ്രീകുട്ടൻ ദൈവദശകമൊക്കെ നന്നായിട്ട് പാടണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനത് പഠിച്ചോട്ടെ, നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്ത് വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കുറച്ച് നേരം അവനെ രാമനാമമൊക്കെ പഠിപ്പിച്ച് അവൻ്റെ കൂടെ ഇരുന്ന് പാടിയും അന്നത്തെ ഒരു ദിവസം പൂർത്തിയായിട്ടോ. വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് ദോശമാവ് കാലത്ത് പറഞ്ഞില്ലേ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് കഴിക്കാനായിട്ട് വല്ലാത്ത മോഹം. നമുക്ക് ഇന്ന് ചമ്മന്തി ഉണ്ട്, അതുപോലെ ഇന്നലത്തെ പനീർ കറി ഉണ്ട്, പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയതുണ്ട്, പിന്നെ ഇങ്ങനെ ഇത്തിരി ദോശ കഴിക്കാണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം വെച്ചാൽ 7 മണിക്കൊക്കെ നിങ്ങൾ കാണുന്ന കാടാണിത്. ഇപ്പോൾ വൈകിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്, അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം വരുന്ന വഴിക്ക് നമ്മൾ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈകുന്നേരമാണ് പാൽ കൊണ്ടുവയ്ക്കുക. ഒരു കുപ്പി പാൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വൈകുന്നേരത്തെ ചായ കുടിക്കലും വൈകുന്നേരം കഴിക്കലും പിന്നെ കാലത്തേക്കുള്ള കാപ്പിയും ചായയൊക്കെ ആകുമ്പോഴേക്കും അതങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാലത്തുണ്ടാക്കിയ ചമ്മന്തി, പിന്നെ ഇന്നലത്തെ പനീർ കറി, പിന്നെ നമ്മുടെ സാമ്പാർ, നല്ല മത്തങ്ങ മാത്രം ഇട്ടിട്ടുള്ള സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശ കഴിക്കാൻ എൻ്റെ പോലെ ആഗ്രഹമുള്ളവരുണ്ടോ, ദോശ കുതിച്ചികൾ? അപ്പോൾ അതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഒരു കട്ടൻ ചായ, അതാണ് മസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. പിന്നെ ഒരു പാഴ്സൽ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൈക്കയുടെ സെയിൽ നടക്കല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് നമ്മുടെ നൈറ്റ് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭാഗ്യൻ 2 പാത്രത്തിൽ ദോശ കഴിച്ചതിൻ്റെ വിശേഷം പറയാൻ എൻ്റെ അടുത്ത് അടിപൊളിയായിരുന്നു മോനെന്ന്. അപ്പോൾ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന് മേടിച്ചതാണ് ഈ ഓർഡിനറിയിലെ ഒരു ടോണറും അതുപോലെ തന്നെ 2 എൻ്റെ കൺമഷി കഴിഞ്ഞായിരുന്നു, കൺമഷിയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓഫർ വരുന്ന സമയത്ത് മേടിച്ചാൽ മതി കേട്ടോ. ഒരെണ്ണം കുഞ്ഞനും ഒരെണ്ണം എനിക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.